എന്റെ കേരളം പ്രദർശന വിപണന മേള സമാപിച്ചത് വലിയ ജനപിന്തുണയോടെയായിരുന്നു. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്റെ കേരളം മേളയിലൂടെ സാധിച്ചു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിൽ സർക്കാർ ജനങ്ങൾക്ക് നൽകിയ സമ്മാനമായിരുന്നു എന്റെ കേരളം പ്രദർശന വിപണന മേള. 14 ജില്ലകളിലും നടന്ന മേളയ്ക്ക് വലിയ ജനപിന്തുണയാണ് ലഭിച്ചത്. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും വിവിധ പദ്ധതികളും അവതരിപ്പിക്കുകയായിരുന്നു എന്റെ കേരളം മേളയിലൂടെ ലക്ഷ്യമിട്ടത്. വിവിധ വകുപ്പുകൾ സംഘടിപ്പിച്ച വ്യത്യസ്തങ്ങളായ പ്രദർശന വിപണന സ്റ്റാളുകൾ, ഭക്ഷ്യമേള, പ്രശസ്ത കലാകാരന്മാർ നയിച്ച കലാവിരുന്ന് എന്നിവ മേളകളുടെ മാറ്റുകൂട്ടി. എന്റെ മനസ്സിലോട്ട് 2 ചിന്തനം വരുന്നുണ്ട്. 2 എന്താണ്? ഒന്ന് മതം, മറ്റേത് രാഷ്ട്രീയം. നോക്കുന്നോ? അതാണെങ്കിൽ പിന്നെ നേരിന്നറിയൊന്നും ഇല്ല. ഇപ്പൊ വന്ന് രാഷ്ട്രീയക്കാർ ഏതാണ്ട് അതുപോലൊക്കെ തന്നെ ആയി. അങ്ങനല്ല, ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ വിളിച്ചു ഒതുന്ന തരത്തിലുള്ള സ്ലൈഡുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. സ്റ്റാളൊക്കെ കണ്ടുമെല്ലാം വളരെ നല്ലതായിരിക്കുന്നു. പിന്നെ സർക്കാരിന്റെ നേട്ടങ്ങളെല്ലാം ഞങ്ങൾക്ക് നേരിൽ കാണാൻ പറ്റിയ സന്തോഷമുണ്ട്. ജനകീയ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയ വിവിധ പദ്ധതികളുടെ പുരോഗതി ജനങ്ങൾക്ക് നേരിട്ട് വിലയിരുത്താനുള്ള അവസരമായി മാറി എന്റെ കേരളം മേള. കിഫ്ബിയുടെ സഹായത്തോടെയായിരുന്നു ജില്ലകളിൽ വലിയ സ്റ്റോളുകൾ ഒരുക്കിയത്. ഇടത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തതിന്റെ തെളിവായി മേള മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒട്ടേറെ പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. അത്തരം പ്രതിസന്ധികൾ ഒരു നാടിനുണ്ടായാൽ, ഒരു സംസ്ഥാനത്തിനുണ്ടായാൽ, ആ സംസ്ഥാനത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അതിൽ നിന്ന് അതിജീവനം നേടാൻ സഹായിക്കാൻ ബാധ്യതയുള്ള സർക്കാരാണ് കേന്ദ്ര സർക്കാർ. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, തീർത്തും നിഷേധാത്മക നിലപാട് സ്വീകരിച്ചു. കലാ സാംസ്കാരിക പരിപാടികളിൽ ജനം ഒഴുകിയെത്തി. യുവതയുടെ ആവേശമായി മാറിയ താരങ്ങളുടെ സ്റ്റേജ് ഷോകളിൽ ജനക്കൂട്ടം ആർത്തിരമ്പി. വൈവിധ്യവും പുതുമയും നിറഞ്ഞ എന്റെ കേരളം മേളകൾ അവസാനിച്ചപ്പോൾ നാടൊറ്റക്കെട്ടായി പറയുന്നു ജനകീയം ഈ മേളകൾ. ന്യൂസ് ഡെസ്ക് 24.